കരുണയുടെ മാതാവ് മറിയം തന്റെ മേലങ്കി വിരിച്ച് അതിന്റെ സംരക്ഷണയിൽ ജനങ്ങളെ അഭയം നൽകുന്ന രീതിയിൽ ചിത്രീകരിക്കാറുണ്ട്. മറിയം തന്റെ മക്കളെ സംരക്ഷിക്കുന്നു എന്നതിന്റെ പ്രതീകമായിട്ടാണ്. 13-ാം നൂറ്റാണ്ടിൽ സ്പെയിനിലെ മെഴ്സിഡേറിയൻ സഭയുടെ സ്ഥാപകൻ പീറ്റർ നൊലാസ്കോയ്ക്ക് മറിയം ദർശനം നൽകിയതായി വിശ്വസിക്കപ്പെടുന്നു. തടവിലാക്കപ്പെട്ട ക്രിസ്ത്യാനികളെ മോചിപ്പിക്കുന്നതിനായുള്ള ഒരു സഭ സ്ഥാപിക്കാൻ മറിയം ആവശ്യപ്പെട്ടു. യേശുവിന്റെ കുരിശുമരണ സമയത്ത് ഏറ്റവും ദുരിതം അനുഭവിച്ച അമ്മ എന്ന നിലയിൽ മറിയം മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടിയുള്ള യേശുവിന്റെ സഹനത്തിൽ പങ്കുചേർന്നു. കുരിശിൽ വെച്ച് യേശു യോഹന്നാനെ മറിയത്തിന് മകനായി നൽകുകയും അതുവഴി മറിയം എല്ലാ മനുഷ്യരുടെയും അമ്മയായി മാറുകയും ചെയ്തു. ദൈവത്തിന്റെ കരുണ ലോകത്തിന് പകർന്നു നൽകിയ അമ്മയും തന്റെ മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവളുമായതിനാൽ മറിയം കരുണയുടെ മാതാവ് എന്നറിയപ്പെടുന്നു.